ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്നത്തെ വീഡിയോയിലൊരു എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. ഒരു പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ആണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്, ഫ്രഷ് ക്രീമും 1/2 കപ്പ് മതി. 125 ml ബേക്കേഴ്സിൻ്റെ ചൈന ഗ്രാസ് ആണ് എടുത്തത്. ഇത് 10 ഗ്രാം ഉണ്ട്, അതിൻ്റെ പകുതി മതി. ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 5 മിനിറ്റ് കുതിർത്തതിന് ശേഷം അതൊന്ന് ഉരുക്കിയെടുക്കണം. 1/2 ലിറ്റർ പാൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വെക്കുക. അടി കട്ടിയിട്ടുള്ള ഒരു പാത്രത്തിൽ വെക്കാനും ശ്രദ്ധിക്കുക. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് നന്നായിട്ട് ചൂടായി വരണം. ഞാൻ ചൈന ഗ്രാസ് മൈക്രോവേവിൽ 1 മിനിറ്റ് വെച്ചിട്ടാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും ഉരുക്കിയെടുക്കുക. അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കുകയാണെങ്കിൽ സ്ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. പാലും ഏകദേശം തിളക്കാനായിട്ടുണ്ട്. ചൈന ഗ്രാസിന് നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരേ ചൂടിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ പിരിഞ്ഞു പോയാൽ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. മിക്സിയിൽ അടിച്ച് കഴിയുമ്പോൾ പിരിഞ്ഞതൊക്കെ മാറിക്കിട്ടും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ചേർത്തോടുകൂടി തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് 250 ml പാക്കറ്റായിട്ടാണ് ഫ്രഷ് ക്രീം കിട്ടുക. അതിൻ്റെ പകുതി എടുത്താൽ മതി. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക. ചൈന ഗ്രാസ് ആയതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലും സെറ്റാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രേയിലേക്ക് അരിച്ചു വയ്ക്കാം. ചൈന ഗ്രാസിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും ഒക്കെ എന്തെങ്കിലും അലിയാത്തതുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചു വയ്ക്കുന്നത്. അരിപ്പയിൽ കുറച്ച് ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ പത പോലെ വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലേക്ക് ആക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടി പാഷൻ ഫ്രൂട്ടിൻ്റെ 1 കപ്പ് ജ്യൂസും, മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പാണ് എടുത്തത്. 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസുമാണ് വേണ്ടത്. ഒരു പാനിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ച് പഞ്ചസാര ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉരുക്കി വെച്ച ചൈന ഗ്രാസ് കൂടെ ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസിൻ്റെ അളവ് ഒരിക്കലും കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ അത് വല്ലാതെ ജെല്ലി പോലെ ആയി പോവും. അപ്പോൾ പിന്നെ ഒരു മിക്സായി കിട്ടില്ല, ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കാൻ. പുഡിങ്ങിലായാലും ടോപ്പിങ്ങിലായാലും ഒക്കെ ചൈന ഗ്രാസിൻ്റെ അളവ് വളരെയധികം ശ്രദ്ധിക്കണം. കൂടിക്കഴിഞ്ഞാൽ ഹലുവ പോലെയൊക്കെ നമുക്കിങ്ങനെ കട്ടിയായി പോവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പുഡിങ് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ തലേന്ന് രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേന്നാണ് ടോപ്പിംഗ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഇനി അതിൻ്റെ മേലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടോപ്പിംഗ് ഒഴിച്ചു കൊടുക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും ചൈന ഗ്രാസും രണ്ടും കൂടെ യോജിപ്പിച്ചെടുത്തതാണ്. അത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂടാറാനും കാത്തു നിൽക്കരുത്, അതും സെറ്റായി പോവും. അതുകൊണ്ട് തണുത്ത പുഡിങ്ങിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കും, പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി അത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഒന്നുകൂടെ സെറ്റാക്കി എടുക്കാം. 1 മണിക്കൂറൊക്കെ സമയം വെക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടും. പുഡിങ് നല്ല തണുത്തത് അടിയിലുള്ളതുകൊണ്ടും പെട്ടെന്ന് തന്നെ 1 മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ മുന്നേ തന്നെ സെറ്റായി കിട്ടും. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത്. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പുഡിങ്ങാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ പെർഫെക്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിൽ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം കാണിച്ച പുഡിങ്ങിൻ്റെ ഒരു ബേസ് റെസിപ്പിയാണ്. അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇതുണ്ടോ, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.